ഇടക്കൊച്ചിയിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികർത്തുന്നതിനെതിരെ പ്രതിഷേധിച്ച CPM ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പാലമുറ്റം തിയേറ്റർ പരിസരത്തെ നികർത്തുഭൂമി പ്രദേശത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഇടക്കൊച്ചിയിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികർത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചാണ് CPM ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചത്. പാലമുറ്റം തിയേറ്റർ പരിസരത്ത് നികർത്തിക്കൊണ്ടിരിക്കുന്ന നികർത്ത് ഭൂമിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കൂടാതെ ഇടക്കൊച്ചി വില്ലേജ് ഓഫീസ് വളഞ്ഞുകൊണ്ട് നടന്ന സമരവും CPM ജില്ലാ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റുമായ PA പീറ്റർ ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിന് വാണിജ്യ താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രകൃതിക്കെതിരായിട്ടുള്ള യുദ്ധം നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ കൊടുംചൂട്. കാലാവസ്ഥ വ്യതിയാനവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഇടക്കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിലാകെ വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശോഭന ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഇവിടെ നടന്ന സമരവും അതിന്റെ ഭാഗം തന്നെയാണ്. വേമ്പനാട്ടുകായാലും കൊച്ചിക്കായാലും എല്ലാം വേലിയേറ്റ സമയത്ത് നിറഞ്ഞു കവിഞ്ഞ് കടുത്ത ഉപ്പുവെള്ളം വീടിനകത്തേക്കും പുരയിടത്തിലേക്കും എല്ലാം കടന്ന് ശൗചാലയങ്ങളും വീടുമെല്ലാം വല്ലാത്ത പ്രതിസന്ധിയിലാവുകയും അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ചെടിയോ ഒരു തെങ്ങോ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോവുകയും ചെയ്യുന്ന വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഈ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. CPM ഏരിയ കമ്മിറ്റി അംഗവും കർഷക തൊഴിലാളി ഏരിയ സെക്രട്ടറിയുമായ MS ശോഭിതന്റെ അധ്യക്ഷതയിൽ നടന്ന സമരത്തിൽ CPM പള്ളുരുത്തി ഏരിയ കമ്മിറ്റി സെക്രട്ടറി KS രാധാകൃഷ്ണൻ, കർഷക സംഘം ഏരിയ പ്രസിഡന്റും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ AM ഷെരീഫ് എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അത്തരമൊരു ഗവൺമെന്റിന്റെ വലിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രയാണത്തിൽ ഇത്തരമൊരു സമരം സംഘടിപ്പിക്കേണ്ടി വന്ന നിർഭാഗ്യകരമായ സാഹചര്യത്തെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ നമ്മുടെ നേതാക്കന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇടക്കൊച്ചി വില്ലേജ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഓഫീസർ പുതിയ ആളാ. അതിനു മുമ്പും ഇവിടെ വില്ലേജ് ഓഫീസർമാർ ഉണ്ടായിരുന്നു. അത്തരം ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പാലിക്കേണ്ട കടമകളെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച കേസ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാതത്തെ തുടർന്ന് വിവിധ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളും അഭിമുഖീകരിക്കുകയാണ്. അതിലൊന്നാണ് ഇപ്പോ നമ്മുടെ ഒന്നും ഓർമ്മയിൽ ഇല്ലാത്ത വിധത്തിൽ കടുത്ത വേലിയേറ്റം ഈ ഇടക്കൊച്ചി പ്രദേശത്ത് ഉൾപ്പെടെ, ഇടക്കൊച്ചിയിൽ മാത്രമല്ല കായലോരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രശ്നമുണ്ട്. ഇടക്കൊച്ചിയെ സംബന്ധിച്ച് കുറച്ചുകൂടി രൂക്ഷമാകുകയും മാത്രമല്ല ആ പ്രശ്നത്തെ സംബന്ധിച്ച് പ്രതികരിക്കാനുള്ള ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഈ പ്രശ്നം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും അത്യന്താപേക്ഷിതമായ മനസ്സിന്റെ ഒരു അവയവമാണല്ലോ വൃക്ക എന്ന് പറയുന്നത്. ഭൂമിയുടെ വൃക്കകളാണ് ഈ തണ്ണീർത്തടങ്ങൾ. ഈ തണ്ണീർത്തടങ്ങളെ നികത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ജലശുദ്ധീകരണം ഉണ്ടാവില്ല, തീരസംരക്ഷണം ഉണ്ടാവില്ല, പ്രളയത്തെ തടുക്കാൻ കഴിയില്ല, വെള്ളപ്പൊക്കത്തെ തടുക്കാൻ കഴിയില്ല. ഇതെല്ലാം നമ്മുടെ നാട് അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. CPM ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PH ഹാരിസ് സ്വാഗതമർപ്പിച്ച ചടങ്ങിൽ ഇടക്കൊച്ചി ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ കൗൺസിലറും ആയ പ്രതിഭ അൻസാരി നന്ദി അറിയിച്ചു. OP സുരേഷ്, NV ഖജൻ, MK ശിവദാസ്, KR രമേശ്, VT മധുസൂദരൻ, മനീഷ രാധാകൃഷ്ണൻ, KV ബൈജു, TK ഷംസുദ്ദീൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,